മികവുറ്റ സെലക്ഷനുകൾ, അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ. സൻഹ ഫാഷൻ, തിരൂർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാനെ വിജയിപ്പിക്കുന്നതിനായി LDF തിരൂർ മുനിസിപ്പൽ കൺവെൻഷൻ നടന്നു. തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് KK സമദ് ഉദ്ഘാടനം ചെയ്തു. LDF തിരൂർ മുനിസിപ്പൽ കൺവെൻഷൻ നടന്നു. തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ CPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് സമദ് ഉദ്ഘാടനം ചെയ്തു. RSSകാരനും ഒരു മുസ്ലിം തീവ്രവാദിക്കും കടന്നു കയറാൻ കഴിയാത്ത മാനസികാവസ്ഥയുള്ള ഒരു മലയാളി സമൂഹത്തെ നാം വാർത്തെടുത്തത്. കേരളത്തിൽ 10 കൊല്ലം കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും വർഗീയ കലാപങ്ങളാൽ തുളച്ചു പറയുമ്പോൾ 2014 മുതൽ 2021 വരെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ കണക്ക് പ്രകാരം 3944 വർഗീയ കലാപങ്ങൾ മണിപ്പൂരിൽ ഉൾപ്പെടെ ഡൽഹിയിൽ ഉൾപ്പെടെ ഇന്ത്യക്കകത്ത് സംഭവിച്ചു. വർഗീയ കലാപങ്ങളുടെ ലഞ്ചനയില്ലാത്ത ഈ കേരളത്തെ സമ്മാനിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ആലപ്പുഴയിലും പാലക്കാട്ടും 24 മണിക്കൂർ കൊണ്ട് SDPI-കാരനും RSSകാരനും മാറി മാറി വെട്ടിനോക്കി. ശബരിമല കാലത്ത് തീപ്പൊരി വീണാൽ ആണിക്കത്തുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ കൊച്ചു കേരളത്തിനകത്ത് സൃഷ്ടിച്ചു. വർഗീയ കലാപം മാറാടുണ്ടായ കേരളത്തിനകത്ത്, പൂന്തറയുണ്ടായ കേരളത്തിനകത്ത്, തലശ്ശേരി ഉണ്ടായ കേരളത്തിനകത്തെ ഇങ്ങനെ വർഗീയ കലാപങ്ങൾ കൊണ്ട് കത്തിച്ച് ചാമ്പലാക്കാൻ എല്ലാ ശ്രമവും ഈ കേരളത്തിൽ നടന്നു. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചു കേരളത്തിന്റെ മണ്ണിന്റെ സമാധാനത്തെ, ശാന്തിയെ. ഇന്ന് ഇന്ത്യക്കകത്ത് അപമാനമായി, ഇന്ത്യക്കകത്ത് വ്യക്തതയോടുകൂടി ഏത് പാതിരാത്രിക്കും ഏത് മനുഷ്യനും ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയുന്ന ശാന്തിയുടെ, സമാധാനത്തിന്റെ തെരുവുകൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രമാക്കി നിൽക്കുന്നതിന് ഒരൊറ്റ കാരണമേയുള്ളൂ. 10 കൊല്ലക്കാലം ഈ രാജ്യത്തിന്റെ ഭരണം, കേരളത്തിന്റെ ഭരണം ഇടതുപക്ഷത്തിന്റെ കൈകളിൽ, സഖാവ് പിണറായി വിജയന്റെ കൈകളിൽ ഭദ്രമായിരുന്നു എന്ന ഒരൊറ്റ കാരണമാണ്. അഡ്വക്കേറ്റ് S ഗിരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന CPIM നേതാവ് TK ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. PP ലക്ഷ്മണൻ, TJ രാജേഷ്, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, E അലവിക്കുട്ടി, ജോണി, KP മുസ്തഫ, രതീഷ് കാടായിൽ, VK യൂസുഫ് എന്നിവർ സംസാരിച്ചു. T ദിനേഷ് കുമാർ പാനൽ അവതരിപ്പിച്ചു. V നന്ദൻ സ്വാഗതവും VP മുഹമ്മദ് കാസിം, ബാബ എന്നിവർ നന്ദിയും പറഞ്ഞു. അഡ്വക്കേറ്റ് വിക്രമകുമാർ ചെയർമാനും അഡ്വക്കേറ്റ് S ഗിരീഷ് കൺവീനറും M ആസാദ് ട്രഷററുമായി കമ്മിറ്റി രൂപീകരിച്ചു. വെട്ടൻ ന്യൂസ്, തിരൂർ. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല.